CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പെസഹാചരണത്തിനും കുരിശുമരണത്തിനും ശേഷം പ്രത്യാശയുടെ ഉയർപ്പ് തിരുനാളിനൊരുങ്ങി ക്രൈസ്തവ വിശ്വാസികൾ. 50 ദിവസം നീണ്ട വലിയ നോമ്പാചരണത്തിന് ശനിയാഴ്ച അർദ്ധരാത്രി നടക്കുന്ന തിരുകർമ്മങ്ങളോടെ സമാപനമാകും. ചൊവ്വന്നൂരിലൊരുക്കിയ പിയാത്ത ദൃശ്യാവിഷ്കാരം ശ്രദ്ധ നേടി. ദുഃഖവെള്ളിയാചരണത്തിന്റെ ഭാഗമായാണ് പിയാത്ത ആവിഷ്കാരം ഒരുക്കിയത്. എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു. കോട്ടപ്പുറം പാലം കഴിഞ്ഞുള്ള വളവിലാണ് ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെ അപകടമുണ്ടായത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കടങ്ങോട് മല്ലൻകുഴി നീർത്തട പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഗ്രാമീണ ടൂറിസം ലക്ഷ്യമിട്ട് കടങ്ങോട് ഗ്രാമപഞ്ചായത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വേലൂർ ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പേരിൽ തകർക്കപ്പെട്ടിട്ട് മാസങ്ങളായിട്ടും പുനരുദ്ധീകരിക്കാത്ത പഞ്ചായത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ ജനകീയ മുന്നേറ്റത്തിന് കളമൊരുങ്ങുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയോടെ രൂപീകരിക്കുന്ന ജനകീയ ആക്ഷൻ കൗൺസിൽ ഏപ്രിൽ 24-ന് ഔദ്യോഗികമായി നിലവിൽ വരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഫുട്ബോൾ കളിക്കിടെ യുവാവ് കുഴഞ്ഞു വീണു മരിച്ചു. കുറുക്കൻപാറ കണ്ണൻകാവിൽ വീട്ടിൽ 44 വയസ്സുള്ള പ്രമോദാണ് മരിച്ചത്. ഗുരുവായൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ തൊഴിൽ അന്വേഷകരായ ഉദ്യോഗാർത്ഥികൾക്കായി ഭാഷാ നൈപുണ്യ ക്ലാസ് സംഘടിപ്പിച്ചു. ഞമനേങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഏപ്രിൽ 22-ന് ആഘോഷിക്കും. വെള്ളിയാഴ്ച നടന്ന കൂറയിടൽ ചടങ്ങോടെ ഉത്സവാഘോഷത്തിന് തുടക്കമായി. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള അരിയന്നൂർ ശ്രീ ഹരികന്യക ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്രോത്സവത്തിന് സമാപനമായി. ഏപ്രിൽ 4-ന് ആരംഭിച്ച ക്ഷേത്രോത്സവത്തിന് വെള്ളിയാഴ്ച വൈകിട്ട് ആറാട്ടോടെയാണ് സമാപനമായത്. ബാലസംഘം ചാവക്കാട് ഏരിയ വേനൽത്തുമ്പി പരിശീലന ക്യാമ്പിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരണം മുതുവട്ടൂർ CK കുമാരൻ സ്മാരക മന്ദിരത്തിൽ നടന്നു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ലഹരി തുലയട്ടെ, കളിക്കളങ്ങൾ ഉണരട്ടെ എന്ന ശീർഷകത്തിൽ വന്നേരി വോളി ലവേഴ്സ് അസോസിയേഷൻ പുന്നയൂർക്കുളം നടത്തുന്ന ഫ്ലഡ് ലൈറ്റ് അന്തർജില്ലാ വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. CPIM കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി മെയ് 4-ന് നടത്തുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ മനുഷ്യചങ്ങലയുടെ വിജയത്തിനായി പഞ്ചായത്തിലെ 32 ബ്രാഞ്ചുകളിലും സംഘാടക സമിതികൾ രൂപീകരിച്ചു തുടങ്ങി. നെന്മിനി ശ്രീ ബലരാമ ക്ഷേത്രത്തിൽ ബലരാമ ജയന്തി അക്ഷയതൃതീയ മഹോത്സവത്തിന് തുടക്കമായി. ഏപ്രിൽ 21 മുതൽ 30 വരെയാണ് ഉത്സവാഘോഷങ്ങൾ നടക്കുകയെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ വീണ്ടും വിമത വിഭാഗം അതിക്രമിച്ചു പ്രവേശിച്ചതായി പരാതി. ദുഃഖവെള്ളി ദിവസം ആരാധനാ സമയത്താണ് വിമത വിഭാഗത്തിലുള്ളവർ സെമിത്തേരിയുടെ ഗേറ്റുകളും സംരക്ഷണവേലിയും തകർത്ത് സെമിത്തേരിയിൽ പ്രവേശിച്ചതായി ആരോപണമുയർന്നത്. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ച് സ്വാഗത സംഘം ഓഫീസ് ഗുരുവായൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പൊന്നിയൂർക്കുളം ചമ്മനൂർ നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിൽ പ്രവേശനോത്സവവും വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു. SFI മണലൂർ ഏരിയ സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. മുല്ലശ്ശേരിയിൽ നടന്ന ചടങ്ങിൽ CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ സമ്മേളന ലോഗോ പ്രകാശനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.